ചുമ്മാ ഇവിടെ നിൽക്കാതെ വന്നു കയറി എന്റെ അച്ഛന് ചായ എടുത്തോണ്ട് അടിക്കോട്ടെ. സൗകര്യമില്ല. എടി വന്നിരിക്കുന്ന അതിഥിയാ, പോയി ചായ എടുത്തോണ്ട് വാ. അയ്യോ, വന്നിരിക്കുന്ന നമ്മുടെ അതിഥിയല്ല, ബാബാ സുരേഷിന്റെ അതിഥിയാ. മൂർഖനാ ഞാൻ ചായ എടുക്കാൻ പോകുന്നത്. അതൊന്ന് പറഞ്ഞ പോയി ചായ എടുത്തോണ്ട് പോ. ആവശ്യമില്ല. അച്ഛൻ വാ അച്ഛൻ. മോനെ ഓ വാടാ. എന്തോ അച്ഛാ? അച്ഛന് ഒരുപാട് വിഷമമുണ്ടോ? ഒരുപാട് വിഷമമുണ്ട്. എന്തോ അച്ഛാ? ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോ. എനിക്കറിയാലോ അച്ഛാ. നമ്മുടെ വീട്ടിൽ ഉപ്പൊഴിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കെട്ടുകെട്ടായിട്ട് പപ്പടം വീടാന്തരം വിറ്റാണ് ഞാൻ നിന്നെ വളർത്തിയത്. അതിന് 2 പപ്പടം എടുത്ത് ചുട്ടിരുന്നെങ്കിൽ ആ കഞ്ഞിയുടെ നമുക്ക് കുടിച്ചുകൂടായിരുന്ന. അത് നാട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നിരുന്നു മറ്റേ കഥ പറയുന്ന നോക്കിയാണ്. അച്ഛൻ ഞാൻ ആദ്യം അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം. ഈ കുറി കണ്ടപ്പോഴും എനിക്ക് അച്ഛൻ ആ പണ്ടത്തെ അന്ധവിശ്വാസം അച്ഛൻ ഇപ്പോഴും വിട്ടിട്ടില്ല. അച്ഛൻ ഈ അന്ധവിശ്വാസമൊക്കെ വിട്ടിട്ട് മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിക്കച്ചാ. എടാ, അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല. നീ ഇവിടെ തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്റെ ആയുസിന് ആപത്താണെന്ന് നമ്മുടെ കുടുംബ ജോത്സ്യം പറഞ്ഞേക്കണത്. അതോ നീ വിശ്വസിച്ചില്ല? പോട്ട്. എടാ, നമ്മുടെ തൊട്ടപ്പുറത്തെ രഘുവിന്റെ മോൻ രതീഷ്, അവൻ 4 പെണ്ണ് കെട്ടു എന്ന് പറഞ്ഞു. ഈ ജോത്സ്യന്റെ ഭാര്യ അടക്കം 5 പെണ്ണവൻ കെട്ടി. അത് ശരിയായില്ലേ?